ഹായ് ഹലോ നമസ്കാരം. സഹകാരി റൈസ് പ്ലസിന്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഒളിമ്പിക്സിനെ പറ്റിയാണ്. നമ്മൾ ഒളിമ്പിക്സിൽ മനു ബക്കറിനെ പറ്റി കുറച്ചധികം നോട്ട്സ് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഒളിമ്പിക്സ് അവസാനിക്കുമ്പോൾ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് തന്നെ നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നുണ്ടെന്ന്. അപ്പോൾ ആ ഡീറ്റെയിൽഡ് ക്ലാസ് ആണ് ഇന്ന് നിങ്ങൾക്കായിട്ട് എടുക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം. ഒളിമ്പിക്സ് ഇന്ത്യ. അപ്പോൾ ഒളിമ്പിക്സ് ഇന്ത്യ എന്നാണ് പറയുന്നതെങ്കിലും നമ്മൾ ഒളിമ്പിക്സിന്റെ തുടക്കം മുതൽക്കുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. ഈ വർഷം നടന്ന ഒളിമ്പിക്സും ഇതിനു മുന്നേ ഉള്ള ഇന്ത്യയുടെ നേട്ടങ്ങളും ഒളിമ്പിക്സിന്റെ ചരിത്രവും എല്ലാം നമ്മൾ അറിഞ്ഞു പോകണം. ഇതെല്ലാം കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് ഒരുപക്ഷെ വരും പരീക്ഷകളിൽ ചോദിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. BC 776 ഗ്രീസിലാണ് പ്രാചീന ഒളിമ്പിക്സ് ആരംഭിച്ചത്. പണ്ടൊക്കെ ചില ക്വസ്റ്റ്യനിലൊക്കെ കണ്ടിട്ടുണ്ട് പ്രാചീന ഒളിമ്പിക്സ് ആരംഭിച്ചതെന്ന്. പ്രാചീന ഒളിമ്പിക്സും ആധുനിക ഒളിമ്പിക്സും ആരംഭിച്ചതായിട്ട് നമുക്ക് 2 വർഷങ്ങൾ പഠിക്കാനുണ്ട്. പ്രാചീന ഒളിമ്പിക്സ് ആരംഭിച്ചത് BC 776 ഗ്രീസിലാണ്. 1896 ഗ്രീസിന്റെ തലസ്ഥാനമായ ഏതൻസിലാണ് ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത്. അപ്പോ നമുക്കൊരു ക്വസ്റ്റ്യൻ അധികം കിട്ടുകയാണ്. എന്താണത്? ഗ്രീസിന്റെ തലസ്ഥാനം ഏതൻസ് ആണ്. 1896 ഗ്രീസിന്റെ തലസ്ഥാനമായ ഏതൻസിലാണ് ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത്. ആധുനിക ഒളിമ്പിക്സിന്റെ അല്ലെങ്കിൽ ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പിയറി ഡി കുബർട്ടിൻ ആണ്. ആരാണ്? പിയറി ഡി കുബർട്ടിൻ ആണ് ഒളിമ്പിക്സിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോ പ്രാചീന ഒളിമ്പിക്സ് ആരംഭിച്ചത് BC 776 ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് 1896 ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം. അപ്പോൾ എല്ലാത്തിനും ഒരു മുദ്രാവാക്യം ഉണ്ടാകും. ഒട്ടുമിക്ക ഗെയിംസിനുമുണ്ട്. അതുപോലെ നമ്മുടെ ഒളിമ്പിക്സിനും സ്ഥായിയായിട്ട് ഒരു മുദ്രാവാക്യമുണ്ട്. എന്താണത്? കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ ശക്തിയിൽ. ആരാണോ കൂടുതൽ വേഗത്തിൽ മുന്നേറുന്നത്, ആരാണോ കൂടുതൽ ഉയരത്തിൽ മുന്നേറുന്നത്, ആരാണോ കൂടുതൽ ശക്തിയിൽ മുന്നേറുന്നത്, അവരാണ് ഒളിമ്പിക്സ് മെഡൽ നേടുന്നത്. അപ്പോൾ മുദ്രാവാക്യവും അങ്ങനെ തന്നെയാണ്. എന്താണ്? കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ ശക്തിയിൽ. ഒളിമ്പിക്സ് മുദ്രാവാക്യം ആദ്യമായി ഉൾപ്പെടുത്തിയ ഒളിമ്പിക്സ് 1924 പാരീസ് ഒളിമ്പിക്സിലാണ്. അതായത് 100 വർഷങ്ങൾക്ക് മുന്നേ. 2024 പാരീസ് ഒളിമ്പിക്സ് ആണ് നടന്നത്. അതേപോലെ 100 വർഷം മുന്നേ 1924 പാരീസിൽ വെച്ച് തന്നെ നടന്ന ഒളിമ്പിക്സിലാണ് ഒളിമ്പിക്സ് മുദ്രാവാക്യം ആദ്യമായി ഉൾപ്പെടുത്തിയത്. വേണമെങ്കിൽ ചോദിക്കാം. 100 വർഷം തികഞ്ഞ ഈ സാഹചര്യത്തിൽ ഉറപ്പായിട്ടും ചോദിക്കാം. ഒളിമ്പിക്സ് മുദ്രാവാക്യം ആദ്യമായി ഉൾപ്പെടുത്തിയ ഒളിമ്പിക്സ് 1924 പാരീസ് ഒളിമ്പിക്സ് ആണ്. അങ്ങനെയെങ്കിൽ ഒളിമ്പിക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലുസാന എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലാണ്. സ്വിറ്റ്സർലാൻഡിലെ ലുസാനയിലാണ് ഒളിമ്പിക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ലുസാന. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി രൂപീകരിച്ചത് എന്ന്? 1894 ജൂൺ 23 നമ്മൾ ദിനങ്ങളും പ്രമേയവും പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ജൂൺ 23 ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? എല്ലാവർക്കും ഓർമ്മ വരുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ജൂൺ 23 എന്താണ് പ്രത്യേകത? അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനമാണ് ജൂൺ 23. എന്തുകൊണ്ടാണ്? ഇപ്പൊ ക്ലിയർ ആയില്ലേ? ജൂൺ 23 എന്തുകൊണ്ട് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനമായി ആചരിക്കുന്നു? എന്തുകൊണ്ടാണ്? അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി രൂപീകരിച്ചത് 1894 ജൂൺ 23 1894 ജൂൺ 23 ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനമായി ആചരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓരോ 4 വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് നടക്കുന്നത്. ഓരോ 4 വർഷം കൂടുമ്പോൾ. ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് ഏത്? ഇന്ത്യ ഒളിമ്പിക്സ് തുടങ്ങിയത് മുതൽക്കില്ലായിരുന്നു. ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ്, അതും ഒരു പാരീസ് ഒളിമ്പിക്സ് ആണ്. 1900 പാരീസ് ഒളിമ്പിക്സിലാണ് ഇന്ത്യ ആദ്യമായി പങ്കെടുത്തത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഒളിമ്പിക്സ് മെഡൽ ജേതാവ് ആര്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഒളിമ്പിക്സ് മെഡൽ ജേതാവ് ആരാണ്?
KD ജാദവ്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സ് ഒക്കെ നേടണമെങ്കിൽ അയാൾ ഒരു അടിപൊളിയായിട്ടുള്ള ഒരാളായിരിക്കണം അല്ലേ? അതാരാണ്? KD ജാദവ് ആണ്. എന്തിനാണ്? പൊരുതി നേടിയതാണ്. ഏതിനം? ഗുസ്തി. ഗുസ്തിയിൽ നല്ല തല്ല് പിടിച്ച് പൊരുതി നേടി 1952 ഹെൽസിങ്കി ഒളിമ്പിക്സ്. ഇങ്ങനെ തന്നെ പഠിച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് വർഷവും സ്ഥലവും ഒക്കെ ക്ലിയർ ആയിട്ട് കിട്ടൂ. 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിലാണ് ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ ഒളിമ്പിക്സ് മെഡൽ നേടുന്നത്. ഓർത്തിരിക്കുക. എങ്ങനെയാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ കാര്യമാണ് പറയുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഒളിമ്പിക്സ് മെഡൽ ജേതാവാണ് KD ജാദവ്. ആരാണ്? KD ജാദവ്. ഇനം ഗുസ്തിയാണ്. ഗുസ്തിയിലാണ് KD ജാദവ് മെഡൽ നേടുന്നത്. 1952 ഹെൽസിങ്കി ഒളിമ്പിക്സ് ആണ്. 1952 ഹെൽസിങ്കി ഒളിമ്പിക്സ്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ആദ്യത്തെ പ്രസിഡന്റ്, നിലവിലെ പ്രസിഡന്റ് നമുക്കറിയാം ആരാണ്? PT ഉഷയാണ് അല്ലെ? ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ് നമ്മുടെ PT ഉഷയാണ്. അങ്ങനെയെങ്കിൽ ആദ്യ പ്രസിഡന്റ് ആരാണ്? ദോറാബ്ജി ടാറ്റ. ആരാണ്? ജംഷഡ്ജി ടാറ്റ എന്ന് എഴുതി വെക്കരുത്. നമുക്ക് ടാറ്റ കണ്ട ഉടനെ വരുന്നത് ആരാണ്? ജംഷഡ്ജി ടാറ്റയാണ്. അദ്ദേഹം അല്ല കേട്ടോ, ദോറാബ്ജി ടാറ്റയാണ്. ആരാണ്? നമ്മൾ ഡോറ ബുജി എന്നൊക്കെ ആലോചിച്ചാൽ മതി. നല്ല പേരല്ലേ ദോറാബ്ജി. നമ്മൾ ഡോറയും ബുജിയും കൂടെ ചേർന്ന് ടാറ്റ പറയുന്ന ആളാണ് ആദ്യത്തെ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ആദ്യ പ്രസിഡന്റ് ഡോറ ബുജി ആണെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ നമുക്ക് കുറച്ചുകൂടി കിട്ടും. ഇപ്പോഴും ഡോറ ബുജി കണ്ടിരിക്കുന്നവർ നമുക്കിടയിലൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് പെട്ടെന്ന് കിട്ടും. ആരാണ്? ദോറാബ്ജി ടാറ്റ. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് ദോറാബ്ജി ടാറ്റ. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യത്തെ കേരളീയൻ ആരാണ്? നമ്മുടെ മാനുവൽ ഫ്രെഡറിക് ആണ്. ഇനം ഹോക്കിയാണ്. ഹോക്കിയിലെ ഗോൾ കീപ്പർ ആയിരുന്നു മാനുവൽ ഫ്രെഡറിക് ഗോൾ കീപ്പർ ആയിരുന്നു. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ കേരളീയനാണ്. ഇത്തവണയും നമ്മൾ ഒളിമ്പിക്സിൽ ഒരു മെഡലുമായിട്ടാണ്, ഹോക്കിയിൽ ഒരു മെഡലുമായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ആദ്യത്തെ കേരളീയനും ആര് തന്നെയാണ്? ഹോക്കിയിൽ തന്നെയാണ്. ഗോൾ കീപ്പറാണ് മാനുവൽ ഫ്രെഡറിക്. ഒളിമ്പിക്സ് പതാക ഏന്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഷൈനി വിൽസൺ. ഒളിമ്പിക്സ് പതാക ഏന്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ഷൈനി വിൽസൺ. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത? എല്ലാവർക്കും അറിയാവുന്നതാണ്. കമന്റ് ചെയ്യുക. ഇത് ഞാൻ നിങ്ങൾക്കായിട്ട് തരുന്ന ടാസ്ക് ആണ്. 1-2 നമ്മളും കൂടെ കണ്ടെത്തണം. എല്ലാത്തിനും നമ്മൾ ഇങ്ങനെ ക്ലാസ്സിൽ ഡിപ്പെൻഡ് ചെയ്യരുത്. 1-2 പോയിന്റ്സ് നമ്മൾ കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് ഇട്ടതാണ്. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഇനം ഏതാണ്? ഏത് ഒളിമ്പിക്സ്? ഇത് ഇത്രയും നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. ഇത് വിട്ടുകളയരുത്. ഈ പോയിന്റ് ഒരിക്കലും വിട്ടുകളയരുത്. സ്ത്രീകൾ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് ഏതാണ്? പാരീസ് ഒളിമ്പിക്സ് ആണ്. നമ്മുടെ ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത പാരീസ് ഒളിമ്പിക്സ് 1900 തന്നെയാണ് ആദ്യമായി സ്ത്രീകളും പങ്കെടുത്തു തുടങ്ങിയത്. അപ്പോ ഈ ഒളിമ്പിക്സ് പതാക ഏന്തിയ ആദ്യ ഇന്ത്യൻ വനിത നമ്മുടെ ഷൈനി വിൽസൺ ആണ്. അതുപോലെ സ്ത്രീകൾ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് ഏതാണെന്ന് ചോദിച്ചാൽ പാരീസ് ഒളിമ്പിക്സ് ആണ്. 1900 പാരീസ് ഒളിമ്പിക്സിലാണ് സ്ത്രീകൾ ആദ്യമായി പങ്കെടുത്തത്. തുടർച്ചയായി 7 ഒളിമ്പിക്സുകളിൽ പങ്കെടുത്ത ഇന്ത്യക്കാരനാണ് ലിയാണ്ടർ പേസ്. നമുക്കറിയാം ലിയാണ്ടർ പേസ് ടെന്നീസ് താരമാണ്. തുടർച്ചയായി 7 ഒളിമ്പിക്സുകളിൽ പങ്കെടുത്ത ഇന്ത്യൻ താരമാണ് ആര്? ലിയാണ്ടർ പേസ്. ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളിയാണ് ഷൈനി വിൽസൺ. ആരാണ്? ഷൈനി വിൽസന്റെ മറ്റൊരു പോയിന്റ് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു? ഒളിമ്പിക്സിൽ പതാക ഏന്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ഷൈനി വിൽസൺ. ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളിയാണ് ഷൈനി വിൽസൺ. ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തുന്ന ആദ്യ വനിത കൂടിയാണ് ആര്? ഷൈനി വിൽസൺ. ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തുന്ന ആദ്യ വനിതയാണ് ഷൈനി വിൽസൺ. അങ്ങനെയെങ്കിൽ ഒളിമ്പിക്സ് ഫൈനലിൽ എത്തുന്ന ആദ്യ വനിത ആരാണ്? ഒളിമ്പിക്സ് ഫൈനലിൽ എത്തുന്ന ആദ്യ വനിത PT ഉഷയാണ്. ആരാണ്? PT ഉഷയാണ് ഒളിമ്പിക്സ് ഫൈനലിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത.
1984 84 എവിടെയാണ് ഒളിമ്പിക്സ് നടന്നത്? ലോസ് ഏഞ്ചൽസിലാണ്. 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ് ഷൈനി വിൽസൺ സെമി ഫൈനലിൽ എത്തുന്നതും PT ഉഷ ഫൈനലിൽ എത്തുന്നതും. വളരെ ചെറിയ നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ PT ഉഷയ്ക്ക് ഒളിമ്പിക്സ് മെഡൽ നഷ്ടപ്പെട്ട ഒളിമ്പിക്സ് ആണ് 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത എല്ലാവരോടും കമന്റ് ചെയ്യാൻ പറഞ്ഞു. കർണം മല്ലേശ്വരിയാണ്. ആരാണ്? കർണം മല്ലേശ്വരിയാണ്. അത് ഞാൻ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഏത് ഇനത്തിനാണ്? എല്ലാവർക്കും അറിയാം കർണം മല്ലേശ്വരി ഏത് ഇനമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ആ ഇനം ഏതാണെന്നും വർഷം ഏതാണെന്നും കൂടി നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ആദ്യ മലയാളി, ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യത്തെ മലയാളി ആരാണ്? CK ലക്ഷ്മണനാണ്. 1924 പാരീസ് ഒളിമ്പിക്സ്. അപ്പൊ നമുക്ക് പാരീസിൽ ഒളിമ്പിക്സ് നടന്നാൽ നമുക്ക് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാകും എന്നാണ് ഇതൊന്ന് മനസ്സിലാക്കുന്നത്. 1900 പാരീസ് ഒളിമ്പിക്സിൽ നമ്മൾ എന്താണ്? ഇന്ത്യ ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്തു. 1924 ആദ്യ മലയാളി പങ്കെടുത്തു. നേരത്തെ നമ്മൾ പറഞ്ഞു ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി ആരാണ്? ഫ്രെഡറിക് മാനുവൽ. അദ്ദേഹം ഹോക്കിയിലാണ്. ഹോക്കി ഗോൾ കീപ്പർ ആയിരുന്നു. ഇതെന്താണ്? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി CK ലക്ഷ്മണനാണ്. 1924 പാരീസ് ഒളിമ്പിക്സ് ആണ്. ഒളിമ്പിക്സ് ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ മലയാളി. നമുക്ക് ഒത്തിരി അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. ഒളിമ്പിക്സ് ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യത്തെ മലയാളി ആരാണ്? നമ്മുടെ ഇഷ്ടതാരം PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ് 2016 റിയോ ഒളിമ്പിക്സിലാണ് ഇന്ത്യൻ ടീമിനെ നയിച്ചത്. അപ്പോ ഒളിമ്പിക്സ് ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യത്തെ മലയാളിയാണ് ആര്? PR ശ്രീജേഷ്. 2016 റിയോ ഒളിമ്പിക്സ് ആണ്. ഇത് ചോദിക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മുടെ PR ശ്രീജേഷ് അടങ്ങിയ ഹോക്കി ടീം ഒളിമ്പിക്സ് മെഡലുമായിട്ടാണ് തിരികെ ഇന്ത്യയിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ചോദിക്കാം, ഒളിമ്പിക്സ് ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യത്തെ മലയാളിയാണ് PR ശ്രീജേഷ്. 2016 റിയോ ഒളിമ്പിക്സ് ആണ്. ഇന്ത്യ ആദ്യമായി ഒളിമ്പിക്സ് ഹോക്കിയിൽ സ്വർണ്ണ മെഡൽ നേടിയത് എന്നാണ്? 1928 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ. ഏതാണ്? ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ് ഇന്ത്യ ആദ്യമായി ഹോക്കിയിൽ സ്വർണ്ണ മെഡൽ നേടുന്നത്. എന്താണ്? ഇന്ത്യ ആദ്യമായി ഹോക്കിയിൽ സ്വർണ്ണ മെഡൽ നേടുന്നത് 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ്. ഇന്ത്യ 8 തവണ, എത്രയാണ്? 8 തവണ ഒളിമ്പിക്സ് ഹോക്കിയിൽ സ്വർണം നേടിയ രാജ്യമാണ്. എത്രയാണ്? 8. അപ്പോ ആദ്യത്തത് ഓർത്തിരിക്കുക. 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ് ഇന്ത്യ ഹോക്കിയിൽ ആദ്യമായി സ്വർണം നേടുന്നത്. ഒളിമ്പിക്സിന് വേദിയായ ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏത്? ഒളിമ്പിക്സിന് വേദിയായ ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? ജപ്പാനാണ് ഒളിമ്പിക്സിന് വേദിയായ ആദ്യ ഏഷ്യൻ രാജ്യം. 2024 ഒളിമ്പിക്സിന്റെ വേദി ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, പാരീസ് ഒളിമ്പിക്സ് ആണ് 2024 നടന്നത്. ഒളിമ്പിക്സ് ചരിത്രത്തിലെ, അപ്പോൾ നമ്മൾ അടുത്തത് പാരീസ് ഒളിമ്പിക്സ് 2024 പാരീസ് ഒളിമ്പിക്സിലേക്ക് കടക്കുകയാണ്. വിശദമായിട്ട് നോക്കാം. ഒളിമ്പിക്സ് ചരിത്രത്തിലെ 33ാമത്തെ, എത്രാമത്തെയാണ്? 33ാമത്തെ എഡിഷൻ ആണ് 2024 പാരീസ് ഒളിമ്പിക്സ്. മറക്കരുത്, ചോദിക്കാം. ഇക്കഴിഞ്ഞ ഒളിമ്പിക്സ് ചരിത്രത്തിലെ എത്രാമത്തെ എഡിഷൻ ആണ് എന്ന് ചോദിച്ചാൽ എത്രാമത്തേതാണ്? 33ാമത്തേതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്പറാണ് 33. ആർക്കും തിരിഞ്ഞു പോകരുത്. ഓപ്ഷനിൽ നമ്മുടെ PSCയുടെ ട്രെൻഡ് അനുസരിച്ച് 31, 32, 33, 34 എന്നിങ്ങനെ നമ്മുടെ ഓപ്ഷൻസ് ഇങ്ങനെ നിരന്ന് കിടക്കും. നമുക്കൊരിക്കലും തെറ്റരുത്. 33 ആണ് സ്റ്റേറ്റ്മെന്റ് വരാം. ഒളിമ്പിക്സ് ചരിത്രത്തിലെ 32ാമത്തെ എഡിഷൻ ആണ് 2024 പാരീസ് ഒളിമ്പിക്സ് എന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് വരാം. അപ്പോൾ ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചിരിക്കുക. എത്രാമത്തെ എഡിഷൻ ആണ്? 33ാമത്തെ എഡിഷൻ ആണ്. നമ്പർ ഇട്ട് നമ്മൾ തെറ്റിക്കുന്നത് PSCയുടെ ഒരു പതിവാണ്, ഒരു സ്ഥിരം കാഴ്ചയാണ്. നമ്മൾ അതിലൊന്നും വീഴരുത്. 33 ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചിരിക്കുക. പാരീസ് നഗരം 3 തവണ ഒളിമ്പിക്സിന് വേദിയായിട്ടുണ്ട്. ഈ 3ഉം നമുക്കറിയാം. നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3ആണ്. ഏതൊക്കെയാണത്? 1900 ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് ആണ് 1900 പാരീസ് ഒളിമ്പിക്സ്. സ്ത്രീകൾ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് ആണ് 1900 പാരീസ് ഒളിമ്പിക്സ്.
അടുത്തത് ഏതാണ്? 1924 പാരീസ് ഒളിമ്പിക്സ്. എന്താണ്? ആദ്യമായിട്ട് ഒരു മലയാളി പങ്കെടുക്കുന്നു. നമ്മുടെ CK ലക്ഷ്മൺ പങ്കെടുക്കുന്ന പാരീസ് ഒളിമ്പിക്സ് 1924 2024 ഇക്കഴിഞ്ഞ ഒളിമ്പിക്സ്. അപ്പോ 1924 ശേഷം 100 വർഷങ്ങൾക്ക് ശേഷമാണ് പാരീസ് നഗരം എന്തിന് വേദിയാകുന്നത്? ഒളിമ്പിക്സിന് വേദിയാകുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പാരീസ് നഗരം ഏത് നദിയുടെ തീരത്താണ്? ഏത് നദിയുടെ തീരത്താണ് പാരീസ് നഗരം സ്ഥിതി ചെയ്യുന്നത്? ഏതാണ്? പാരീസിനൊരു വിശേഷണമൊക്കെ ഉണ്ട്. എന്താണ്? ലോകത്തിന്റെ ഫാഷൻ തലസ്ഥാനമാണ് പാരീസ്. പാരീസ് എന്ന് പറയുന്നത് ലോകത്തിന്റെ ഫാഷൻ തലസ്ഥാനമാണ്. അപ്പൊ ഫാഷൻ ഭയങ്കര സീനാണ് അല്ലേ? ഇപ്പോ നമ്മൾ വേൾഡ് വൈഡ് ഫാഷൻ എടുക്കുമ്പോൾ കുറച്ച് സീനാണ്. അപ്പോ സീൻ നദിയുടെ തീരത്താണ് പാരീസ് നഗരം സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനമൊക്കെ നടന്നത്. ഒളിമ്പിക്സ് ഉദ്ഘാടനം നടന്ന നദീ തീരം ഏതെന്ന് ചോദിച്ചാൽ സീനാണ്. പാരീസ് സ്ഥിതി ചെയ്യുന്നത് സീൻ നദിയുടെ തീരത്താണ്. ഓക്കെ, മറന്നു പോകരുത്. 2024 ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 11 വരെ 19 ദിവസങ്ങളിലായാണ് ഒളിമ്പിക്സ് നടന്നത്. അപ്പോൾ ചോദിക്കാം, ഒളിമ്പിക്സ് ആരംഭിച്ചത് 2024 ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 11 വരെയാണ്. ഡേറ്റ് ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക. ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 11 വരെ. ചോദിക്കാം, റീസെന്റ് ആണ്. ഇങ്ങനെ തന്നെ ചോദിക്കാം, ഒളിമ്പിക്സ് ആരംഭിച്ചത് എന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കുക. 2024 ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 11 വരെ. അങ്ങനെയെങ്കിൽ പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടനം നടന്നത് ജൂലൈ 26-നാണ്. ഉദ്ഘാടനം നടന്നത് ജൂലൈ 26-നാണ്. ഉദ്ഘാടനം ചെയ്തത് ഇമ്മാനുവൽ മാക്രോൺ. നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. നമ്മുടെ അതിഥിയായിരുന്നു. ഏത് വർഷമെന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഉദ്ഘാടനം ചെയ്തത് ഇമ്മാനുവൽ മാക്രോൺ ആണ്. ആരാണ് ഇമ്മാനുവൽ മാക്രോൺ? ഫ്രഞ്ച് പ്രസിഡന്റ് ആണ്. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആണ് ഇമ്മാനുവൽ മാക്രോൺ. അദ്ദേഹമാണ് 2024 പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്തത്. 206 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. എത്ര രാജ്യങ്ങളാണ്? 206 രാജ്യങ്ങളാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്. ബെലാറസ്, റഷ്യ, ഏതൊക്കെയാണ്? ബെലാറസ്, റഷ്യ എന്നീ രാജ്യങ്ങൾ റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് സസ്പെൻഷനിലായിരുന്നു. അപ്പോൾ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാത്ത 2 രാജ്യങ്ങളാണ് ഏതൊക്കെ? ബെലാറസും റഷ്യയും. കാരണം എന്താണ്? റഷ്യ യുക്രൈൻ യുദ്ധമാണ്. യുദ്ധത്തെ തുടർന്ന് ഈ 2 രാജ്യങ്ങളും സസ്പെൻഷനിലായിരുന്നു. ഭാഗ്യചിഹ്നം. ഇക്കഴിഞ്ഞ 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം ദി ഫ്രിഞ്ചസ് അല്ലെങ്കിൽ ഫ്രിഞ്ചിയൻ ക്യാപ്പ് എന്നൊക്കെ പറയാം. എന്താണ്? ദ ഫ്രിഞ്ചസ് അല്ലെങ്കിൽ ഫ്രിഞ്ചിയൻ ക്യാപ്പ് ആണ് 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം. ആപ്തവാക്യം എന്താണ്? ഗെയിംസ് വൈഡ് ഓപ്പൺ. എന്താണ്? ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നതാണ് 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം. ഭാഗ്യചിഹ്നം എന്താണ്? ദ ഫ്രിഞ്ചസ് അല്ലെങ്കിൽ ഫ്രിഞ്ചിയൻ ക്യാപ്പ് ആണ്. ആപ്തവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ. മെഡൽ നേട്ടത്തിൽ 1-ാം സ്ഥാനം. ഏറ്റവും കൂടുതൽ മെഡൽ നേടി 1-ാം സ്ഥാനത്തെത്തിയത് അമേരിക്കയാണ്. 400 അല്ല, 40 ആണ്. 40 സ്വർണ്ണ മെഡൽ അടക്കം 126 മെഡലുകളാണ് അമേരിക്ക നേടിയത്. എത്രയാണ്? 40 സ്വർണം. പഠിക്കാൻ എളുപ്പമാണ്. 2-ാം സ്ഥാനം നേടിയ ചൈനയ്ക്കും 40 സ്വർണമാണ്. അപ്പോൾ സ്വർണ്ണ നേട്ടത്തിൽ അമേരിക്കയും ചൈനയും ഒന്നോടിഞ്ച് പോരാടി അവർ ഒരുമിച്ച് എത്തിയിട്ടുണ്ട്. പക്ഷേ ചൈന കുറച്ചൊന്ന് പുറകിലായിപ്പോയി. 40 സ്വർണം കിട്ടിയെങ്കിലും അവർക്ക് 91 മെഡലുകളാണ് ആകെ ലഭിച്ചത്. എന്നാൽ അമേരിക്കയ്ക്ക് ആകെ 126 മെഡലുകൾ. 40 സ്വർണമടക്കം 126 മെഡലുകളാണ് അമേരിക്ക നേടിയത്. 3-ാം സ്ഥാനം ജപ്പാനാണ്. 20 സ്വർണം അടക്കം 45 മെഡലുകൾ. നമ്മുടെ ഇന്ത്യയൊക്കെ ഒത്തിരി പുറകിലാണെന്ന് തന്നെ പറയാം. 71-ാം സ്ഥാനത്താണ് ഇന്ത്യ എത്തിപ്പെട്ടിരിക്കുന്നത്. എത്രാം സ്ഥാനമാണ്? 71-ാം സ്ഥാനം. 71-ാം സ്ഥാനമാണെന്ന് മറക്കരുത്. 1-ാം സ്ഥാനം അമേരിക്ക, 2-ാം സ്ഥാനം ചൈന, 3-ാം സ്ഥാനം ജപ്പാൻ, 71-ാം സ്ഥാനത്താണ് ഇന്ത്യ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിന്റെ ഷെഫ് ഡി ഫ്രാൻസ് ആയി തിരഞ്ഞെടുത്തത് ആരെയാണ്?
നമ്മുടെ ഗഗൻ നരംഗാണ്. എയർ റൈഫിൾ താരമായ ഗഗൻ നരംഗിനെയാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിന്റെ ഷെഫ് ഡി ഫ്രാൻസ് ആയി തിരഞ്ഞെടുത്തത്. ചോദിക്കാം, ഗഗൻ നാരംഗ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? എയർ റൈഫിൾ താരമാണ് ഗഗൻ നരംഗ്. ഒളിമ്പിക് ഓർഡർ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. ഇപ്പോൾ വളരെ റീസെന്റ് ആയിട്ട് ഒളിമ്പിക് ഓർഡർ അവാർഡ് കൊടുത്തിട്ടുണ്ട്. ആർക്കാണ്? നമ്മുടെ അഭിനവ് ബിന്ദ്രയ്ക്കാണ്. നമ്മുടെ ഷൂട്ടിംഗ് താരം അഭിനവ് ബിന്ദ്രയ്ക്കാണ് ഒളിമ്പിക് ഓർഡർ അവാർഡ് ലഭിക്കുന്നത്. വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടുന്ന, ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അഭിനവ് ബിന്ദ്ര. നമ്മൾ മനു ബക്കറിന്റെ ക്ലാസ് പറഞ്ഞപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇതെല്ലാം പറഞ്ഞിരുന്നു. രാജ്യത്ത് ആദ്യമായി സംഘടിപ്പിക്കുന്ന സ്കൂൾ ഒളിമ്പിക്സ്, നമ്മുടെ രാജ്യത്ത് അടുത്തതായിട്ട് സംഘടിപ്പിക്കാൻ പോകുന്നു. എന്താണ്? സ്കൂൾ ഒളിമ്പിക്സ്. ഈ സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. നമ്മുടെ കൊച്ചു കേരളത്തിലെ കൊച്ചിയിലാണ്. എവിടെയാണ്? കൊച്ചിയിലാണ് രാജ്യത്ത് ആദ്യമായി സംഘടിപ്പിക്കുന്ന സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി. ബ്രേക്ക് ഡാൻസ് ആദ്യമായി ഉൾപ്പെടുത്തിയ ഒളിമ്പിക്സ് ആണ് 2024 പാരീസ് ഒളിമ്പിക്സ്. അതിലൊരു ചെറിയ ട്വിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. 4ാം സ്ഥാനം ഇന്ത്യക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്തായിരുന്നു? ആ കുട്ടിയുടെ പേരായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലാതെ ഇന്ത്യക്കാരിയല്ല. ഇന്ത്യ രാജ്യത്തിനാണെന്ന് എല്ലാവരും വിചാരിച്ചു. ആ കുട്ടിയുടെ പേരായിരുന്നു ഇന്ത്യ എന്നത്. അപ്പൊ അത് വെച്ച് ഓർത്തിരിക്കുക. ബ്രേക്ക് ഡാൻസ് ആദ്യമായി ഉൾപ്പെടുത്തിയ ഒളിമ്പിക്സ് ആണ് 2024 പാരീസ് ഒളിമ്പിക്സ്. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന തങ്ങളുടെ അത്ലറ്റുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യമാണ് ഉക്രൈൻ. യുദ്ധമുഖത്ത് നിന്നാണ് ഇവരെന്തിനു വരുന്നത്? ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോസ്റ്റൽ സ്റ്റാമ്പ് ഇറക്കിയിരിക്കുകയാണ് ആര്? യുക്രൈൻ രാജ്യം. അപ്പോ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന തങ്ങളുടെ അത്ലറ്റുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യമാണ് ഉക്രൈൻ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയത് ഷൂട്ടിംഗ് താരമായ മനു ബക്കറാണ്. നമുക്കറിയാം, വെങ്കല മെഡലാണ് നേടിയത് മനു ബക്കർ. ഹരിയാന സ്വദേശിയാണ്, മറക്കരുത്. ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം കൂടിയാണ് നമ്മുടെ മനു ബക്കർ. എന്താണ് മനു ബക്കറിന്റെ പ്രത്യേകത? ആ ക്ലാസ്സിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞതാണ്. ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് മനു ബക്കർ. ഒരേ ഒളിമ്പിക്സിൽ തന്നെ 2 മെഡൽ നേടുന്ന ആദ്യ താരം കൂടിയാണ് ആര്? മനു ബക്കർ. പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയ രാജ്യം ഏതാണ്? പാരീസ് ഒളിമ്പിക്സിൽ ആദ്യത്തെ സ്വർണം നേടുന്ന രാജ്യം ചൈനയാണ്. ഷൂട്ടിങ്ങിലാണ് ചൈനയ്ക്ക് സ്വർണം കിട്ടുന്നത്. പാരീസ് ഒളിമ്പിക്സിൽ ആദ്യത്തെ സ്വർണം നേടിയ രാജ്യം ചൈന. പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ വ്യക്തിഗത വെങ്കല മെഡൽ നേടിയ പുരുഷ താരം ആരാണ്? സ്വപ്നിൽ കുസാലെ. നമ്മുടെ ഇന്ത്യൻ താരമായ സ്വപ്നിൽ കുസാലെ ആണ് പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ വ്യക്തിഗത വെങ്കല മെഡൽ നേടിയ താരം. കാരണം നമ്മൾ മനു ബക്കറെ പറയുമ്പോൾ സ്വപ്നിൽ കുസാലയെ മറന്നു പോകരുത്. വനിതാ വ്യക്തിഗത വിഭാഗം അമ്പെയ്ത്തിൽ പ്രീ ക്വാർട്ടറിൽ കടന്ന ഇന്ത്യൻ വനിതാ താരമാണ് ദീപിക കുമാരി. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി വരുന്ന പരീക്ഷകളിൽ ഇവരുടെ പേരുകളൊക്കെ തന്നിട്ട് ചോദിക്കാം ഏത് കായിക വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോ ദീപിക കുമാരി ഏത് കായിക വിഭാഗമാണ്? അമ്പെയ്ത്താണ്. അമ്പെയ്ത്തിൽ പ്രീ ക്വാർട്ടർ കടന്ന ഇന്ത്യൻ വനിതാ താരമാണ് ആര്? ദീപിക കുമാരി. ഫൈനലിന് മുമ്പായി നമുക്ക് ഒത്തിരി സങ്കടം തന്നൊരു കാര്യമാണ്. ഫൈനലിന് മുമ്പായി ഇന്ത്യൻ വനിതാ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് അയോഗ്യയാക്കപ്പെട്ടു. ആരാണ്? ഇന്ത്യൻ വനിതാ താരം വിനേഷ് ഫോഗട്ട്. നമുക്കൊരു വെള്ളിയോ അല്ലെങ്കിൽ സ്വർണമോ ലഭിക്കാമായിരുന്ന ഇനമായിരുന്നു ഗുസ്തി. പക്ഷേ ഫൈനലിൽ വെയിറ്റ് കൂടിപ്പോയി എന്ന്, 100 ഗ്രാം വെയിറ്റോ മറ്റോ കൂടിപ്പോയി എന്ന കാരണം പറഞ്ഞാണ് വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കപ്പെട്ടത്. വിനേഷ് ഫോഗട്ട് മത്സരിക്കാനിരുന്ന ഇനം 50 കിലോഗ്രാം ആണ്. 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിലാണ് വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയത് എന്നുകൂടി ഓർത്തിരിക്കുക. ഇതോടുകൂടി വിനേഷ് ഫോഗട്ട് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഒളിമ്പിക്സിൽ നിന്നും വിനേഷ് ഫോഗട്ട് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 50 kg ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിലാണ് വിനേഷ് ഫോഗട്ട് അയോഗ്യയായത്. ഇത് ഓർത്തിരിക്കുക.
50 kg ഫ്രീ സ്റ്റൈൽ ഗുസ്തിയാണ്. മാറ്റിയും തിരിച്ചും ഒക്കെ ചോദിക്കാം. നമുക്കറിയാം സ്റ്റൈൽ അങ്ങനെയാണ്. നമ്മളെ എത്രത്തോളം കുഴപ്പിക്കാമോ അത്രത്തോളം കുഴപ്പിക്കാനുള്ള പരിപാടിയൊക്കെ PSC ക്വസ്റ്റ്യനിൽ കാണിക്കും. അപ്പോൾ 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിലാണ് വിനേഷ് ഫോഗട്ട് അയോഗ്യയായത് എന്നോർത്തിരിക്കുക. ജാവലിംഗ് ത്രോയിൽ 89.45 മീറ്റർ എറിഞ്ഞ് നമ്മുടെ നീരജ് ചോപ്ര വെള്ളി മെഡൽ നേടി. നീരജ് ചോപ്ര എറിഞ്ഞത് എത്ര ദൂരമാണെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. കഴിഞ്ഞ ഒളിമ്പിക്സിൽ എറിഞ്ഞപ്പോഴും കറക്റ്റായിട്ട് ചോദിച്ചതാണ്. ഈ ഒളിമ്പിക്സിലും എറിഞ്ഞ് വെള്ളി നേടിയിട്ടുണ്ട്. 89.45 മീറ്റർ ആണ് നീരജ് ചോപ്ര എറിഞ്ഞ ദൂരം. നീരജ് ചോപ്ര 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി നേടിയപ്പോൾ സ്വർണം നേടിയത് ആരാണ്? പാകിസ്ഥാൻ താരമായ അർഷാദ് നദീമാണ്. അർഷാദ് നദീം ഓർത്തിരിക്കുക. 92.97 മീറ്റർ ദൂരമാണ് അർഷാദ് നദീം ജാവലിംഗ് എറിഞ്ഞത്. അർഷാദ് നദീമാണ്, പാകിസ്ഥാൻ താരമാണ്. 92.97 മീറ്റർ ആണ് എറിഞ്ഞത്. അടുത്തത് നമ്മുടെ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടി നമ്മുടെ ഇന്ത്യൻ ടീം ആരെയാണ് തോൽപ്പിച്ചത്? സ്പെയിനിനെയാണ്. ഓർത്തിരിക്കുക, സ്പെയിനിനെയാണ് തോൽപ്പിച്ചത്. അങ്ങനെയെങ്കിൽ 1928 ഇന്ത്യ ആദ്യമായി ഹോക്കിയിൽ ഗോൾഡ് മെഡൽ നേടുമ്പോൾ ഇന്ത്യ തോൽപ്പിച്ചത് സ്കോട്ട്ലൻഡിനെയാണ്. ഓർത്തിരിക്കുക, സ്കോട്ട്ലൻഡിനെയാണ് ഇന്ത്യ 1928 ഗോൾഡ് മെഡൽ നേടുമ്പോൾ പരാജയപ്പെടുത്തിയത് സ്കോട്ട്ലൻഡിനെയാണ്. ഇത്തവണ തോൽപ്പിച്ചത് സ്പെയിനിനെയാണ്. സ്പെയിനിനെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ ഹോക്കി ടീം വെങ്കല മെഡൽ നേടിയത്. ഹോക്കി ടീം ക്യാപ്റ്റൻ മൻപ്രീത് സിംഗ് ആണ്. ഓർത്തിരിക്കുക, മൻപ്രീത് സിംഗ് ആണ് ഹോക്കി ടീം ക്യാപ്റ്റൻ. ഗോൾ കീപ്പർ നമ്മുടെ അഭിമാന താരം PR ശ്രീജേഷ്, മലയാളിയാണ്, അറിയാലോ. അപ്പോൾ ഇതോടുകൂടി PR ശ്രീജേഷ് അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്നും വിരമിച്ചിരിക്കുന്നു. അപ്പോൾ 2 താരങ്ങളാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചതായി നമ്മൾ പറഞ്ഞത്. ഒന്ന് വിനേഷ് ഫോഗട്ടാണ്, ഗുസ്തിയിൽ നിന്നും വിരമിച്ചു. അടുത്തതാരാണ്? നമ്മുടെ PR ശ്രീജേഷ് ആണ്, അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. ശ്രീജേഷിനൊപ്പം ശ്രീജേഷിന്റെ ഹോക്കി നമ്പറായ 16 അതുകൂടി വിരമിച്ചിരിക്കുകയാണ്. അതായത് നമ്മുടെ ഹോക്കി ഇന്ത്യ ഈ ജേഴ്സി നമ്പർ 16 ഇനി ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് PR ശ്രീജേഷിനോടുള്ള ആദര സൂചകമായിട്ടാണ്. ശ്രീജേഷിനൊപ്പം ജേഴ്സി നമ്പർ 16 വിരമിച്ചു. ജേഴ്സി നമ്പർ 16 വിരമിച്ചു. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി 6ാമത്തെ മെഡൽ നേടിയത് അമൻ സെഹരാവത്താണ്. അപ്പോൾ എത്ര മെഡലാണ് ഇന്ത്യ പാരീസ് ഒളിമ്പിക്സിൽ നേടിയത്? 6 മെഡലാണ്. 6ാമത്തെ മെഡൽ നേടിയത് അമൻ സെഹരാവത്ത് ഗുസ്തിയിലാണ്. അപ്പോൾ 6 മെഡലാണെന്ന് ഓർത്തിരിക്കുക. ഇക്കഴിഞ്ഞ 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയിരിക്കുന്നത് 6 മെഡലുകളാണ്. അതിൽ 6ാമത്തെ മെഡൽ നേടിയത് ആരാണ്? അമൻ സെഹരാവത്താണ്. ഗുസ്തിയാണ്. ഇനം ഏതാണ്? ഗുസ്തി. പോൾ വാൾട്ടിൽ 9ാം തവണയും സ്വർണം നേടി സ്വന്തം റെക്കോർഡ് ഒന്നും കൂടി തിരുത്തിയിരിക്കുകയാണ്. ആര്? അർമണ്ട് മോൻഡോ ഡുപ്ലാന്റിസ്. ആരാണ്? അർമണ്ട് മോൻഡോ ഡുപ്ലാന്റിസ് സ്വന്തം റെക്കോർഡ് ഒന്നുകൂടെ തിരുത്തി. നല്ല കാര്യം അല്ലേ? സ്വന്തം റെക്കോർഡ് 9ാം തവണയും മെഡൽ നേടിക്കൊണ്ട് അർമണ്ട് മോൻഡോ ഡുപ്ലാന്റിസ്. ഏതാണ് ഇനം? പോൾ വാൾട്ടാണ്. ഓർത്തിരിക്കുക. പാരീസ് ഒളിമ്പിക്സിൽ ഏറ്റവും വേഗമേറിയ പുരുഷ താരമായി മാറിയത് അമേരിക്കയുടെ നോഹ ലൈൽസ് ആണ്. പുരുഷ താരം നോഹ ലൈൽസ് ആണ്. പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗമേറിയ പുരുഷ താരമായി മാറിയത് നോഹ ലൈൽസ് ആണ്. നോഹ ലൈൽസ് അമേരിക്കക്കാരനാണ്. പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയവർ മനു ബക്കർ, PR ശ്രീജേഷ് എന്നിവരാണ്. മനു ബക്കറും PR ശ്രീജേഷുമാണ് ഒളിമ്പിക് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ്സ് നിങ്ങൾ വിട്ട് കളയരുത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. കൂട്ടുകാർക്ക് എല്ലാവർക്കും അത് തീർച്ചയായും ഉപകാരപ്പെടും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഫാക്റ്റുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്